ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നത് വന്നു, അതും ഇത് ആലോചിച്ചാൽ നില കിട്ടില്ല. ഇതങ്ങോട്ട് ശരിയായ ജയിച്ചു. അതിനും ഓപ്പോക്കൊന്നും പറയാനില്ല. അതൊക്കെ ശങ്കരൻ നായർ നടത്തും. അയാൾ ആദരളോനാ. അമ്മ എന്താമ്മേ പറയണേ? നീയേ? വല്യമ്മയുടെ ശബ്ദം കുറച്ചൊന്ന് വ്യത്യാസപ്പെട്ടു. വെറുതെ ഓരോന്നിനൊരുങ്ങണ്ട. ഇതും പഴിച്ചാൽ പിന്നെ ജന്മം മുഴുവൻ ഇങ്ങനെ തന്നെ ഇരുന്നോളേ വേണ്ടു. ഇത് ചതിയല്ലേ? ഓപ്പോളാണ് ചോദിക്കുന്നത്. അത് നീ അറിയണ്ട. പിന്നെ അതിൻ്റെ കേടും കൂടി നിൽക്കാവും. അതൊക്കെ ശങ്കരൻ നായർക്ക് നിശയുണ്ട്. വയനാട് കിടക്കണ ആക്ക് ഇതിൻ്റെ കമ്പില്ലേ? അമ്മേ, അപ്പും ശിപ്പും. മാളോ, നിന്നോട് ഞാൻ പറയണേ, ഈ അനർത്ഥമൊന്നും ഒഴിക്കാതിരിക്കുമ്പോൾ. ഓപ്പോള് മിണ്ടുന്നില്ല. വീണ്ടും വല്യമ്മ പറഞ്ഞു, ഒക്കെ ശങ്കരൻ നായർ ഏറ്റിട്ടുണ്ട്. ഏതാണ് ഈ ശങ്കരൻ നായർ? ഇത്ര വലിയ കേമനെ ഒന്ന് കാണണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ കേട്ടു, ശങ്കരൻ നായർ ഒരു ദിവസം വീട്ടിൽ വരുന്നുണ്ട്. ശങ്കരൻ നായർ നല്ല മനുഷ്യനായിട്ടാണ് തോന്നിയത്. അയാൾ തിണ്ണയിലിരുന്ന് വല്യമ്മയുമായി സംസാരിക്കുമ്പോൾ പപ്പട വട്ടത്തിലുള്ള നരച്ച തലമുടിയുടെ ഭംഗിയാണ് അവൻ നോക്കിയത്. അയാൾക്ക് വല്യമ്മയോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും അവനെ കേൾക്കണ്ട. വയനാട്ടിൽ വെച്ച് കല്യാണം നടത്തുന്നുണ്ടത്രേ. നടത്തിക്കോട്ടെ. ചെക്കൻ്റെ കാര്യം ചെവിയിൽ വീഴാതെ നോക്കിക്കോട്ടെ. അപ്പൂന് ആ പപ്പട വട്ടത്തിൽ നിർത്തിയ തലമുടി ഒന്ന് നല്ലപോലെ കാണുകയേ വേണ്ടു. അതിൻ്റെ നടുവിലൊരു 4 നീണ്ട മുടി വെച്ച് കൊടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. സ്കൂളിലെ തോട്ടത്തിൻ്റെ നടുവിൽ ചട്ടിയിൽ കുതിരവാലി വെച്ച പോലെ ഭംഗിയുണ്ടാവും. അവൻ തല പുറത്തേക്കിട്ട് ഒന്നുകൂടി നല്ലപോലെ നോക്കി. ശങ്കരൻ നായർ ശബ്ദം താഴ്ത്തി. വല്യമ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പുവിനെ കണ്ടു. അപ്പു, മുറ്റത്ത് പോയി കളിച്ചാ? അവനകത്ത് പോയി. ഓ, അവരുടെ പഞ്ചായത്ത്. വയനാട്ടിലെ കല്യാണം കൊണ്ട് അവനെന്ത് കാര്യം? ഒരു ചെറു നാരങ്ങ കൂടി കിട്ടില്ല. ആര് വേണമെങ്കിൽ കല്യാണം നടത്തിക്കോട്ടെ. അപ്പുവിന് എന്ത് ചെയ്തു? അകത്തെ മുറിയിൽ അരിയിട്ട് വയ്ക്കുന്ന മുരുക്കുപെട്ടി അവനൊന്ന് തുറന്നടച്ചു. അതിനകത്ത് ചിറക് മുളയ്ക്കാത്ത ഒരു കൂറ കണ്ണു മെഴിച്ച് നോക്കുന്നു. ജനാലയിൽ കയറി നിന്ന് ചുവരിലെ ആണിയിൽ തൂക്കിയിട്ട പൂവട്ടിയിലൊന്ന് നോക്കി. വെറുതെ, അതിൽ കടുകാണ്. അടുക്കളയിൽ നിന്ന് ഓട്ട് ഗ്ലാസ് വീഴുന്ന ശബ്ദം കേട്ടു. ഓപ്പോളാണ് അടുക്കളയിൽ. വല്യമ്മ വിളിച്ചു, മാളോ. ഗ്ലാസ് വീണതിന് ചീത്ത പറയാനാവോ? എടി മാളോ. ഓപ്പോള് ഉമ്മറത്തേക്കുള്ള വാതിക്കൽ വന്നു നിന്നു. എന്തൊക്കെയാണിപ്പോൾ ഓപ്പോള് കേൾക്കാൻ പോകുന്നതെന്ന് ഭയപ്പെട്ട് അപ്പു ചെവിടെ ഓർത്തു. ഒക്കെ അമ്മ പറഞ്ഞില്ലേ? ശങ്കരൻ നായരാണ് ചോദിക്കുന്നത്. ഒന്നും വിചാരിക്കാനില്ല. ഒക്കെ ഞാൻ ഏറ്റു. അയാൾ നല്ലൊരുത്തനാ, ഒറ്റത്തടി. ഇതൊന്നും അയാൾ അറിയാൻ പോണില്ല. ഓപ്പോള് ഒന്നും പറയുന്നില്ല. സംഗതി അവിടെ വെച്ച് നടത്താം. 4 ആളെ ക്ഷണിക്കണം. അത് പതിവില്ലാത്തതാന്ന് പറയില്ലേ? വല്യമ്മയ്ക്കാണ് സംശയം. നിങ്ങൾ എൻ്റെ ബന്ധുക്കളാ. നിങ്ങൾക്ക് ആരുമില്ല. ഞാൻ ആച്ചാ 10-20 കൊല്ലമായിട്ട് അവിടെയാണ്. അപ്പോൾ ദേവകി അമ്മയ്ക്ക് മനസ്സിലായോ? എന്താ ശങ്കരൻ നായർ? ഹാ, അതാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്ഥലത്ത് വെച്ച് ചുരുക്കത്തിലൊരു പൊടമുറി നടത്തിയാൽ എന്താ തെറ്റ്? അത് ശരി ശങ്കരൻ നായർ, നിങ്ങളാണ് എനിക്കുള്ളൊരാശ്രയം. അതുകൊണ്ട് തന്നെയല്ലേ ഞാനിത് പാട്ട് പിടിച്ച് കൊണ്ടുവന്ന്. അയാൾക്ക് കുട്ടിയെ കാണണമെന്ന് പറഞ്ഞു. അതിനോ? വല്യമ്മ എന്തൊക്കെയോ പെറുപെറുത്തു. അതൊന്നും ചെവിയിൽ വീഴാതെ ഞാൻ നോക്കിക്കൊണ്ട്. ഒക്കെ നേരെയായാൽ ഒരു കൂട്ടുപായസം താഴത്തെ കാവിൽ കഴിക്കാൻ നേർന്നിട്ടുണ്ട്. ഒക്കെ ശരിയാവുമെന്ന്. മകൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. അയാൾക്ക് ഗവൺമെൻറ്റിൽ കിട്ടിയ 4 ഏക്കർ ഭൂമിയുണ്ട്. പണിയെടുത്താൽ സുഖമായി കഴിയാം. അപ്പോൾ ഓവിൻ്റെ താഴെ വച്ച ഒഴിഞ്ഞ താമ്പാളത്തിനകത്ത് പതുങ്ങിയിരിക്കുന്ന ഒരു കൊമ്പുള്ള വിദ്വാനെ അപ്പു കണ്ടെത്തി. കൂറയല്ല, ഇതൊരു പുതിയ വീരനാണ്. ഇവനെ വെറുതെ വിടാൻ പാടില്ല. വേണ്ട സമയത്ത് ചൂല് കാണില്ല. നല്ല വണ്ണമുള്ള ഒരു ഈർക്കിൽ വേണം. ഉമ്മറത്ത് അപ്പോഴും സംസാരം നടക്കുന്നുണ്ട്. ശങ്കരൻ നായരും വല്യമ്മയുമാണ് പറയുന്നത്. ഒക്കെ സ്വകാര്യമാണ്. അതാണ് ഇത്ര പതുക്കെ. എന്തോ ആവട്ടെ, എവിടെ പോയി ചൂല്? പതുങ്ങിക്കിടക്കുന്ന കൊമ്പിനെ ഒന്ന് വീക്കണം. ചൂല് അന്വേഷിച്ച് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഓപ്പോളുണ്ട് അവിടെ. ഇത്തിരി മുമ്പല്ലേ ഓപ്പോൾ ശങ്കരൻ നായരുടെ പഞ്ചായത്ത് കേൾക്കാൻ പോയത്? ഓപ്പോളോട് ചൂല് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവനെ വാരിയെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നെറ്റിയിലും തലയിലും കുറേ ഉമ്മ വെച്ചു. ഓപ്പോളുടെ കണ്ണുനീർ അവൻ്റെ മുഖത്തും ശിരസിലും എല്ലാം ഇറ്റു വീണു. ശങ്കരൻ നായർ ഒന്നും ചീത്ത പറയുന്നത് കേട്ടില്ല. വലിയ ശുണ്ടി പിടിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് കരയുന്നത്? ഈ ഓപ്പോക്ക് ഭ്രാന്താ. രാത്രിയിൽ ഓപ്പോൾ ചോദിച്ചു. ഓപ്പോൾ ഇല്ലെങ്കിൽ മോന് വല്യമ്മയുടെ അടുത്ത് കിടന്നൂടെ?
ഞാൻ ഓപ്പോളുടെ കൂടിയാണ്. ഓപ്പോള് പോയാലോ? എവിടേക്കാ ഓപ്പോള് പോണ്? ഓപ്പോള് പറഞ്ഞില്ല. വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ മറുപടി കിട്ടി. എങ്ങോട്ടും ഇല്ല. ഓപ്പോള് കളി പറയുക. ഹാവു, അപ്പൂവിന് സമാധാനമായി. ഒരു വൈകുന്നേരം സ്കൂള് വിട്ടു വന്നപ്പോൾ അവന് ഓട്ടട കിട്ടി. അത് പതിവില്ലാത്തതാണ്. അങ്ങനെ പ്രത്യേകമായി എന്തെങ്കിലും കിട്ടിയാൽ ചെക്കൻ്റെ മുമ്പിൽ നിന്ന് തിന്നണമെന്ന് അപ്പൂവിന് നിർബന്ധമുണ്ട്. ആ ചെക്കൻ്റെ കൊതി കാണണം. അവന് വല്ലാത്ത കൊതിയാണ്. അവൻ നോക്കി നിൽക്കുമ്പോൾ ഒന്നും തിന്നരുതെന്ന് ഓപ്പോള് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവന് മുടിങ്കോലുണ്ടാക്കാൻ അറിയാം. കറമ്പി അവന് മാത്രം കുത്തില്ല. അവന് വേണമെങ്കിൽ കറമ്പിയുടെ കഴുത്തിൽ കെട്ടിപ്പിടിക്കാം. അട തിന്നാതെ ഒളിച്ചു പിടിച്ച് ഓപ്പോള് കാണാതെ അവൻ മുറ്റത്തിറങ്ങി. ചെക്കൻ മൂടിയിൽ നിന്ന് വൈക്കോല് വലിച്ചെടുക്കുകയായിരുന്നു. പതിവ് പോലെ ഒരു ചകരം അടിയന് ചെറുമ്പ്രിയ എന്നവൻ കെഞ്ചിയില്ല. അടിയന് വല്യമ്പ്രാള് തന്നൂലോ. നോണ, അടിയന് ഓല് വന്നപ്പോൾ ചായപ്പൊടിയും പഞ്ചാരിയും വാങ്ങിക്കൊണ്ടുവന്ന്. ആര് വന്ന്? വിരുന്നാര്. ദോക്കി ചെറിയമ്പ്യാരാ. ചെക്കൻ മടി കഴിച്ച് കാണിച്ചു. 3 ബീഡിക്കുറ്റി. ആ ബന്ന് തമ്പുരാൻ വലിച്ചിട്ടതാ. ബീഡി വലിക്കുന്നെങ്കിൽ യോഗ്യം തന്നെ ആവണം. ശങ്കരൻ നായർക്ക് പപ്പട വട്ടത്തിലുള്ള മുടിയുണ്ടെങ്കിൽ കൂടി ബീഡി വലിക്കാൻ വയ്യ. അയാൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ വല്യമ്മയെ പോലെ വെറുതെ മുറുക്കി തുപ്പി. മോശം. എവിടെ വിരുന്നുകാർ? ഓപ്പോളെ കണ്ട് ചോദിക്കാനും വീട്ടിനകത്തേക്ക് ഓടി. ഓപ്പോൾ തൊടിയിലായിരുന്നു. വല്യമ്മ കാവൂത്തിൻ്റെ തൊലി കളയാണ്. എവിടെ വല്യമ്മ വിരുന്നാര്? എന്ത് വിരുന്നാരുടാ? ഇവിടെ ആരുടെ വിരുന്ന് വരണേ? കാലനോ? പേര് ചെക്കൻ പറഞ്ഞില്ല. കാലനെങ്കിൽ കാലൻ. എവിടെ? അതാണ് അവൻ അറിയേണ്ടത്. ചെക്ക, നൊനാം ബീമ്പിത്തരം കൊണ്ട് വന്നാണ്ടല്ലോ, കൊല്ലി ഞാൻ അടിച്ചു തിരിക്കും. ഓ, അവന് കേൾക്കണ്ട. ഒരു വിരുന്നുകാരൻ വന്നപ്പോഴത്തെ പത്രാസാണ് വല്യമ്മയ്ക്ക്. അവൻ പിന്നെ അന്വേഷിച്ചില്ല. രാത്രിയിൽ ഒരു ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ കോസറിയിൽ തൊട്ടടുത്ത് ഓപ്പോളില്ല. മുറിയിൽ വിളക്കുണ്ട്. ഓപ്പോള് പെട്ടി തുറന്നു വെച്ച് സാധനങ്ങളെല്ലാം താലാമോ അടുക്കി വെക്കുകയാണ്. മുറിയിൽ കൈതപ്പൂവിൻ്റെ മണമുണ്ട്. അവൻ ഉറങ്ങുമ്പോൾ സമീപത്ത് ഓപ്പോളുണ്ട്. എന്നിട്ട് എഴുന്നേറ്റത് എന്തിനാണ് പിന്നെ? രാത്രിയിൽ വിളക്ക് കത്തിച്ചിരുന്ന് പെട്ടിയിൽ മുണ്ടും ബ്ലൗസും ഒക്കെ കുത്തി നിറയ്ക്കുന്ന എന്തിനാണ്? പതുക്കെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ ചെന്ന് ഓപ്പോളുടെ കഴുത്തിൽ പിടിച്ച് പേടിപ്പെടുത്തണമെന്ന് തോന്നി. പക്ഷേ എഴുന്നേക്കാൻ വയ്യ. കണ്ണുകൾ പതുക്കെ അടയുകയാണ്. രാജകുമാരൻ മാണിക്യക്കല്ല് കണ്ടെത്തിയ കാട് ഓർമ്മയിൽ വരുന്നു. കൈതപ്പൂവിൻ്റെ നേർത്ത മണം. അവൻ വീണ്ടും കണ്ണടച്ചു. രാവിലെ അപ്പു ഉണർന്നില്ല. ഓപ്പോള് വിളിച്ചുണർത്തുകയാണ് ചെയ്തത്. കിണറ്റിൻകരയിലെ കുളിയും കഞ്ഞികുടിയും കഴിഞ്ഞപ്പോൾ ഓപ്പോള് കുപ്പായം അടിവിച്ചു. തല മിനുക്കി കൊടുക്കുമ്പോൾ ഓപ്പോള് പറഞ്ഞു, മോൻ സ്കൂളിൽ പോകുമ്പോൾ നല്ലോണം നോക്കണം. കന്നും പൈക്കളും വരും. അതും പലപ്പോഴും പറയാറുള്ളതാണ്. അവൻ സമ്മതിച്ചു. കുട്ടികളായിട്ട് തല്ലുകൂടരുത്. വല്യമ്മ മോനെ നല്ലോണം നോക്കും. വല്യമ്മ പറയണ പോലെ വികൃതി കാട്ടാണ്ട് നടക്കണം. വല്യമ്മ ചീത്തയാ. എനിക്ക് ഓപ്പോള് മതി. മോനെ. കിതച്ചുകൊണ്ട് അപ്പൂനെ മാറോട്ട് അടുക്കി പിടിച്ച് ഓപ്പോള് തകർന്ന സ്വരത്തെ വിളിച്ചു. എൻ്റെ മോനെ. ഓപ്പോള് കരയുമോ എന്നായിരുന്നു അപ്പൂവിൻ്റെ ഭയം. ഇല്ല, ഇക്കുറി ഓപ്പോള് കരഞ്ഞില്ല. അതുകൊണ്ട് അവന് പരിഭ്രമം ഉണ്ടായില്ല. അപ്പോൾ അവനെന്തോ പറയാൻ തോന്നി. പിന്നെ ഓപ്പോളെ, മോനൊന്ന് അമ്മേന്ന് വിളി. അതവന് ഇഷ്ടമായില്ല. എന്തിനാ ഓപ്പോളെ? ഒന്നിനല്ല, വെറുതെ. അതിന് അമ്മ എവിടെ ഓപ്പോളെ? ഓപ്പോൾ അതിന് ഉത്തരം പറഞ്ഞില്ല. ഓപ്പോളുടെ കൈകൾ പതുക്കെ അയഞ്ഞു. അവർ മുഖം തിരിച്ച് ഒന്നും മിണ്ടാതെ നിന്നു. കുറേ കഴിഞ്ഞ് ആണയിൽ നിന്ന് സഞ്ചിയെടുത്ത് കൈ കൊടുത്ത് പറഞ്ഞു, മോൻ പൊക്കോ. അപ്പു ഓലക്കുട ചുമലി വെച്ച് അതിൻ്റെ ചായം തേച്ച കാലിൽ സഞ്ചി തൂക്കിയിട്ട് മുറ്റത്തിറങ്ങി നടന്നു. പടി കടന്നപ്പോൾ അവനൊന്ന് വീഴാൻ പോയി. വീണില്ല. ആരെങ്കിലും കണ്ടുവെന്നറിയാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉമ്മറവാതിലും പിടിച്ചു നിന്ന് ഓപ്പോൾ തുറച്ചു നോക്കുകയായിരുന്നു. ഗോസായിമാരുടെ നോട്ടം ഓപ്പോക്ക് എങ്ങനെ കിട്ടി? അവൻ നോക്കുമ്പോൾ ഓപ്പോള് ആമയെ പോലെ തല വലിച്ചു കളഞ്ഞു. ഈ ഓപ്പോക്ക് പ്രാന്ത. പാടത്തിൻ്റെ മറുകരയിലെത്തിയപ്പോൾ കടലാവണക്കിൻ്റെ ഇല പൊട്ടിച്ച് പൊള്ളകൾ ഊതി വിട്ടുകൊണ്ട് കുട്ടിശങ്കരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ സഞ്ചിയിൽ 2 നെല്ലിക്ക ഉണ്ടായിരുന്നു. ചെറുത് അപ്പൂന് കൊടുത്തു. ചെറുതായാലും നല്ല മധുരമുണ്ട്. വെള്ളമില്ലാത്ത ഒരു തോടും ഇടവഴിയും ഒരു ചെറിയ കുന്നും കടന്നു വേണം സ്കൂളിലെത്താൻ. കുന്ന് കടക്കുമ്പോഴാണ് പേടി. പോത്തും പശുക്കളും ഒരുപാടുണ്ടാവും. അത് സാരമില്ല. ചിലപ്പോൾ മനമക്കാവിലെ കൂറ്റനും ഉണ്ടാവും അത്രേ. അപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ല. കാണരുതേ.
ഉച്ചയ്ക്ക് ശാരദ നാരായണൻ്റെ സ്ലേറ്റ് പെൻസിൽ അപ്പുവിൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. നാരായണൻ കരഞ്ഞു. മാഷോട് പറയാൻ ഭാവിച്ചപ്പോൾ കുട്ടിശങ്കരനാണ് സന്ധ്യ പറഞ്ഞത്. കേളുമാഷിൻ്റെ അടുത്ത് കേസ് എന്നാൽ അപ്പവും വിഷമിച്ചു പോകും. കേസില്ലാതെ കഴിക്കാൻ നാളെ ഒരു മുക്കാല് നാരായണന് കൊടുത്താൽ മതി. അപ്പുവിന് ആശ്വാസമായി. ഒരു മുക്കാല് ഓപ്പോളോട് ചോദിച്ചാൽ കിട്ടാതിരിക്കില്ല. വൈകുന്നേരം വീട്ടിലെത്തി തിണ്ണയിലേക്ക് പുസ്തകസഞ്ചി ഒരേറ് കൊടുത്ത് അവൻ ഓപ്പോളെ വിളിച്ചു. ഓപ്പോ. ഓപ്പോളല്ല വിളി കേട്ടത്, വല്യമ്മയാണ്. വല്യമ്മ അടുക്കളയിൽ നിന്ന് പുറത്തു വന്ന് ചോദിച്ചു, ഇന്നെന്താപ്പോ നേരത്തെ? ഇന്നെന്താ അത്ര ലോഗ്യം എന്നങ്ങോട്ട് ചോദിക്കാനാണ് തോന്നിയത്. ചോദിച്ചില്ല, അടി വീണാലോ. എടുത്തു ഓപ്പോള്. കഞ്ഞിയുണ്ട് വിളമ്പിയിട്ട്. കുപ്പായം അഴിച്ചിട്ട് വന്നോ. അവന് കഞ്ഞിയല്ല ആവശ്യം, ഓപ്പോളാണ്. നാളേക്ക് ഒരു മുക്കാൽ കിട്ടിയില്ലെങ്കിൽ മാനം പോയി. ഓപ്പോൾ എടുത്തു. അവൻ വടക്കേ മുറിയിൽ കടന്നു. അവിടെ ഓപ്പോളില്ല. കൈതപ്പൂവിൻ്റെ ഒരു നേർത്ത മണം ആ മുറിയിൽ തങ്ങി നിൽപ്പുണ്ട്. എടുത്തു വല്യമ്മ ഓപ്പോള്. ഓപ്പോള് ഇവിടെ ഇല്ല. എവിടെ? ഓപ്പോള് ഒരത്തിൽ പോയിരിക്കുക. എവിടേക്കാ? ഓപ്പോള് പോയിട്ട് വരും. വരുമ്പോൾ അപ്പുവിന് പന്ത് കൊണ്ടുവരും. പന്ത് കൊണ്ടുവന്നോട്ടെ. എന്നാൽ അവനെ കൂട്ടാതെ അവനോട് പറയാതെ പോയതെന്തിന്? അവൻ അരിശം കയറി. വല്ലാത്തൊരു ഓപ്പോള്. ഓപ്പോൾ ഇത് ചെയ്തില്ലേ? അപ്പു ഇനി മിണ്ടില്ല. ഈ ഓപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഓപ്പോളിൻ്റെ പെട്ടിയിൽ മുക്കാൽ കാണുമായിരിക്കും. ഒരു മുക്കാലല്ല, 2 മുക്കാൽ തന്നെ എടുക്കണം. അതിനെ ചീത്ത പറയാൻ വന്നാൽ കാണിച്ചു കൊടുക്കാം. പക്ഷേ പെട്ടി എവിടെ? അവന് കരച്ചിൽ വന്നു. വല്യമ്മ വീണ്ടും വിളിച്ചു. അപ്പുവിന് കഞ്ഞി വേണ്ട. അവൻ മുറ്റത്തിറങ്ങി. കൂവളത്തറയിൽ ഇളക്കി കിടക്കുന്ന കല്ലെടുത്ത് ഒതുക്കുകല്ലിൽ ഒരേറ് കൊടുത്തു. എന്നിട്ട് പടിഞ്ഞാറ് പുറത്തേക്ക് നടന്നു. അപ്പോ മോന് വല്യമ്മ കഞ്ഞി വിളമ്പിത്തരാം. അപ്പുവിന് വല്യമ്മയുടെ ലോഗ്യം വേണ്ട. ഓപ്പോൾ വരട്ടെ. റബ്ബർ പന്ത് കൈ തന്നാൽ വലിച്ചൊരേറ് കൊടുക്കും. അത് തന്നെ. വല്യമ്മ വീണ്ടും വിളിച്ചു. അപ്പുവിനൊന്നും വേണ്ട. അവനൊന്ന് കരയാനാണ് തോന്നിയത്. ഓപ്പോളോടുള്ള അരിശം മുഴുവൻ കാണിച്ചുകൊണ്ട് ഉറക്കെ കരയാൻ. ഓപ്പോൾ വരുമ്പോൾ അവന് കവറിട്ട പന്തും മിഠായിയാണ് കൊണ്ടുവരുന്നെങ്കിലോ? അപ്പോൾ എന്തു ചെയ്യണം? എന്നാലും ഓപ്പോൾ പറയാതെ പോയില്ലേ? വല്ലാത്തൊരു ഓപ്പോള്. ഈ ഓപ്പോക്ക് പ്രാന്താ.